ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ചൈനീസ് നൂഡിൽസാണ്. മിക്കവരും ഇത് ഹോട്ടലിൽ നിന്നല്ലേ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. വീട്ടിലുണ്ടാക്കാം. നല്ല സൂപ്പറായിട്ട് ഹോട്ടൽ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേണം ഇതിനെന്ന്. നമുക്കിതുപോലെ ഒരു പാക്കറ്റ് നൂഡിൽസ് വാങ്ങിക്കാം. മറ്റേ മാഗി പോലത്തെ അല്ല, ഇങ്ങനത്തെ പാക്കറ്റ്. അത് വെജ് നൂഡിൽസും കിട്ടും, എഗ് നൂഡിൽസും കിട്ടും. ഇതൊരു വലിയ പാക്കറ്റായിരുന്നു. ഇതിൻ്റെ അകത്ത് വലിയ 4 പീസ് ഇതുപോലത്തെ 4 പീസായിരുന്നു. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ മാഗി നൂഡിൽസ് പോലെ അല്ല കേട്ടോ. അങ്ങനത്തെ കൊഴുപ്പൊന്നും ഇതിൻ്റെ അകത്തില്ല. ഹെൽത്തി ആയിട്ട് കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ഒരു പാൻ അല്ലെങ്കിൽ പാത്രം അടുപ്പത്ത് വയ്ക്കുക, നിറച്ച് വെള്ളം വയ്ക്കുക. ഇത് തിളപ്പിച്ച് ഊറ്റി കളയാനുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം കുറച്ച് കൂടുതൽ വെക്കണം. ഓക്കെ. അപ്പോൾ ഞാനിതുപോലെ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് കൂടുതൽ ഉപ്പിടണം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ 3 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ 1 സ്പൂണോ 1.5 സ്പൂണോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. വയ്ക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ട് ഉപ്പ് കുറച്ച് മുന്നോട്ട് തന്നെ നിൽക്കണം, ഊറ്റി കളയാനുള്ള അത് കാരണം. പിന്നെ നമുക്ക് വേണ്ട 2 മുട്ട, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചൈനീസ് സോൾട്ട്, ഒരു ഉള്ളി, പിന്നെ ഇതുപോലെ ബീൻസ് ഞാനൊരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ അരിയാണ്. ബീൻസ് ഇത്ര എടുക്കണമെങ്കിൽ പകുതി എടുത്തിട്ട് കുറച്ച് വേറെ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വേറെ ഒന്നും ഇവിടെ ഇഷ്ടമല്ല. അത് കാരണം ഞാനിവിടെ ബീൻസ് മാത്രമാണ് എടുക്കുന്നത്. ബീൻസ് മാത്രമാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഇത് നമുക്ക് കുറച്ചിട്ട് വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഉള്ളി ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ ഇത് 2 യൂസ് ചെയ്യുന്നുള്ളൂ വെജിറ്റബിൾസ് ആയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ അതേ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഞാനിതിൻ്റെ അകത്തോട്ട് നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 പാക്കറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരെണ്ണേ കാണുള്ളൂ. 2ഉം ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം അതിൽ നിന്ന് ആവശ്യമുള്ളത്. ഒരു 2 പാക്കറ്റ് ഇട്ടാൽ സുഖമായിട്ടൊരു 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് കഴിക്കാനുള്ളത് കിട്ടും. അപ്പോൾ ഒരു പാക്കറ്റിൽ നിന്ന് 2 പേർക്ക് കഴിക്കാനുള്ള, ഏകദേശം 2 പേർക്ക് കഴിക്കാനുള്ളത് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ് വെള്ളത്തിലിട്ടതിന് ശേഷം. അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിച്ച് നോക്കണം. ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് നമ്മളിതുപോലെ ഒരു ഫോർക്കിൽ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകം റോ ആയിട്ട് ഇരിപ്പുണ്ട്, പച്ചയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി തിളപ്പിക്കുക. അപ്പോൾ അത് കടിച്ച് നോക്കുമ്പോൾ നമുക്ക് വെന്തിരിക്കണം അകം. എന്നാൽ ഒരുപാട് അങ്ങ് വെന്ത് കലങ്ങാനും പാടില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് വേവാകുമ്പോൾ നമ്മൾ ഊറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഇരുന്ന് ആ ചൂടിലിരുന്ന് വെന്തോളും. ഓക്കെ. അപ്പോൾ ഊറ്റുന്ന സമയം കൊണ്ട് ബാക്കി വെന്തോളും. അപ്പോൾ ഒരുപാട് വെന്ത് കലങ്ങാനായിട്ട് ഇടയുണ്ടാക്കരുത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അതിനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഞാൻ വെന്ത് ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഊറ്റി ഒരു സീവ് വെച്ചിട്ട് ഊറ്റിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇത് ചിലവർ ടാപ്പിൻ്റെ അടിയിൽ വെള്ളം കാണിച്ച് കളയും. എനിക്കത് ഇഷ്ടമല്ല. വെള്ളത്തിൻ്റെ ഒരു ചുവ വരും. അത് കാരണം ഞാൻ എണ്ണയാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ അതിനെ ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കും. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് ഒട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 3-4 പേർക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി അത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഒരു വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വലിയ പാൻ തന്നെ വേണം. അത് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് വലിയ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഞാനിതിൻ്റെ അകത്തോട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ 2 മുട്ട വെച്ചിരിക്കുന്നത് ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പോകും. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ മുട്ട അവിടെ ഇവിടെ സൈഡിലൊക്കെ പറ്റി പിടിച്ചാൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് കാരണം ചുറ്റിച്ച് കൊടുത്ത് കേട്ടോ. അപ്പോൾ ഞാനിനി മുട്ട അതിൽ തന്നെ ഡയറക്റ്റായിട്ട് പൊട്ടിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അടിച്ച് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാൻ പോവാം. വേറെ പാത്രത്തിലൊന്നും ഇനിയും ഇടാൻ
ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ മടിച്ചിയാണ് ഞാൻ ബേസിക്കലി, അത് കാരണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വേറൊരു പാത്രത്തിൽ മുട്ടയും ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് ഒഴിച്ച് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിങ്ങനെ മടിച്ചിയായ കാരണം ഇങ്ങനെ ചെയ്യുന്നതാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഞാൻ. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ അതിലിട്ട് തന്നെ അങ്ങ് സ്ക്രാമ്പിൾ ചെയ്യും. തീ ഒന്ന് മീഡിയം ആക്കി, അല്ലെങ്കിൽ മുട്ട കരിഞ്ഞു പോവും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. എന്നിട്ട് ഇതങ്ങ് കോരി മാറ്റും. കോരി മാറ്റി ഇത് ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ മുട്ട ഞാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് പലതും ആഡ് ചെയ്യാം കേട്ടോ. ചിക്കൻ വേവിച്ച് വെച്ചത് നമ്മൾ ബോൺലെസ് ആയിട്ട് എടുത്തിട്ട് അത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചിക്കൻ നൂഡിൽസ് ആക്കണമെങ്കിൽ അങ്ങനെ ചിക്കനും കൂടി ആഡ് ചെയ്താൽ മതി നമ്മൾ ഈ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ അത് കോരി മാറ്റിയിട്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായിക്കോട്ടെ എണ്ണ. എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് അതിൻ്റെ അകത്തോട്ട്, ഉള്ളിയും ബീൻസും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ വേറെ വെജിറ്റബിൾസ് വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ക്യാരറ്റ്സ്, കുറച്ചൊരു പകുതി ക്യാരറ്റ്, ഒരു ചെറിയ പീസ് ക്യാബേജ്, ഒരു പകുതി ക്യാപ്സിക്കം, ഇതൊക്കെ ഇടാം കേട്ടോ. നല്ല ഫ്ലേവറാണ്. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലായിരുന്നു, അത് കാരണം ക്യാപ്സിക്കം ഇടാത്ത. ഇവിടെ വീട്ടിൽ ക്യാപ്സിക്കം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ ആ ഒരു സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചത് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി, അല്ലാതെ ഇട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ വറക്കുന്ന പോലെ കരിച്ച് കളയല്ല കേട്ടോ. ബ്രൗൺ ഒന്നും ആക്കണ്ട, ഇത്രയും മതി. ഇതിൻ്റെ കൂടെ തന്നെ ഇതേ ഈ നീളത്തിൽ അരിഞ്ഞു വെച്ച ബീൻസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചൈനീസ് സോൾട്ടും കൂടി ഇടാനുള്ള, അത് കാരണം ഒരുപാട് ഉപ്പാക്കി കളയരുത്. ദേ ഒരു 1/2 ടീസ്പൂൺ ചൈനീസ് സോൾട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചൈനീസ് സോൾട്ട് വന്നാലേ ചൈനീസ് ഡിഷിന് ഒരു കറക്റ്റായിട്ട് തന്നെ ഒരു ടേസ്റ്റ് വരുള്ളൂ. പലരും പറയും ചൈനീസ് സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമാണ്, ബുദ്ധിക്ക് കുഴപ്പം വരും എന്നൊക്കെ. പക്ഷെ നമ്മൾ ഈ ഡിഷ് എന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുന്നത്. ഇത്തിരി പെപ്പർ, ഒരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണിനോളം പെപ്പർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ എരിവിന് ഇഷ്ടം അനുസരിച്ചുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വേറെ മുളക് പൊടിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ പെപ്പറിൽ നിന്നാണ് നമുക്ക് ആ എരിവ് കിട്ടുന്നത്. ആയിക്കഴിഞ്ഞു കണ്ടോ. ഇനി നമ്മൾ ആ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് 2 പേരെ വീട്ടിൽ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ കാരണം ഞാൻ ആ മൊത്തം ഇട്ട് കൊടുത്തില്ല. ഒരു 3/4 ഇട്ട് കൊടുത്തിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു, വേറൊരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ പിറ്റേ ദിവസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ വേവിച്ച് വെച്ച നൂഡിൽസ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിന്നെ വെജിറ്റബിൾസ് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് എളുപ്പമല്ലേ, നമ്മൾ വെളിയിലൊന്നും പോയി ഇത് വാങ്ങിക്കേണ്ട, എന്ത് വില കൊടുത്ത് വാങ്ങിക്കണം. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചൈനീസ് സോൾട്ട് കേട്ടോ, ഉപ്പല്ല, ചൈനീസ് സോൾട്ട്. ഉപ്പ് അതെ ചൈനീസ് സോൾട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേതും ശകലം വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ബിക്കോസ് മറ്റേ നമ്മൾ ഊറ്റിയെടുത്തപ്പം ഓൾറെഡി ഉപ്പ് ഇട്ട വെള്ളത്തിലാണ് നമ്മൾ നൂഡിൽസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാനായിട്ട്. ചൈനീസ് സോൾട്ട് ഇട്ടുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ ചൈനീസ് സോൾട്ട് ഈ നൂഡിൽസിലോട്ട് ഇട്ടിട്ട് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി മീൻസ് മിക്സ് ചെയ്തെടുക്കുക. വഴറ്റി അങ്ങനെ വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 2 ഇതുപോലെ ഫോർക്ക് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഞാനിവിടെ 2 ഫോർക്ക് എടുത്തിട്ട് ഒന്ന് അത് മിക്സ് ചെയ്ത് കോരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇതേ റെഡിയായി കഴിഞ്ഞു.
ഇത്രയേ ഉള്ളൂ പണി. എന്ത് എളുപ്പമാണ്. അതിൻ്റെ കൂടെ ആ മുട്ടയും കൂടി നമ്മൾ മാറ്റി വെച്ചിരുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്ക്രാമ്പിൾ ചെയ്ത്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. കുറച്ചുകൂടി പെപ്പർ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൽ റെക്കോർഡിങ് വന്നിട്ടില്ല. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ വേണോ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതേ അടിപൊളി നൂഡിൽസ് റെഡിയായി. ഇതിൻ്റെ കൂടെ നമുക്ക് ചില്ലി വിനീഗർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ഒഴിച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതും കൂടി നമുക്ക് നോക്കാം. ഞാനൊരു 2 പച്ചമുളക് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതേപോലെ തന്നെ അത്രയും തന്നെ വിനീഗറിൻ്റെ അത്രയും തന്നെ ഞാൻ വെള്ളവും കൂടി ഒഴിക്കും കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മൈക്രോവേവിൽ ഒരു മിനിറ്റത്തേക്കൊന്ന് ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് മൈക്രോവേവിൽ 1 മിനിറ്റ് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. ഇനി മൈക്രോവേവ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടുവെള്ളം വിനീഗറും കൂടി ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് 10 മിനിറ്റ് വച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് നല്ല സുഖമായിട്ട് നമ്മുടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് നൂഡിൽസ് ഉണ്ടാക്കി നോക്കൂ. ഭയങ്കര രുചിയാണ്. നൂഡിൽസ് കഴിക്കാത്തവരും കൂടി കഴിച്ചു പോവും. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ. പിന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സോൾട്ട് ആൻഡ് പെപ്പർ. ബൈ ബൈ. സീ യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ.